പാടില്ല. ഇത് ഭ്രൂണത്തിന്റെ വിവിധ ദശയിലുള്ള ആകൃതിയും വലിപ്പവും. 280 ദിവസം കഴിയുമ്പോഴാണ് പൂർണ്ണ വളർച്ച എത്തുന്നത്. പൂർണ്ണ വളർച്ച എത്തുന്ന ഗർഭസ്ഥ ശിശു ശീർഷാസനത്തിലാണ് കിടക്കുക. ശീർഷാസനത്തിൽ തലയടിയിലാവും. കാരണം തലയോട്ടി എല്ലുകൾ കൊണ്ടുള്ളതാണ്. ഈ എല്ല് കൊണ്ടുള്ള ഒരു ഭാഗത്തിന് മാത്രമേ എല്ല് കൊണ്ടുള്ള ഒരു അരക്കോടിൽ കൂടി ഇറങ്ങി വരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രകൃതിയും തല ആദ്യം വരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാ കേസിലും ഇങ്ങനെ ആവണമെന്നില്ല. ഒരു 90-95% മാത്രമേ തല അടിയിൽ വരാറുള്ളൂ. അത് കാലോ അല്ലെങ്കിൽ കൈകളോ അല്ലെങ്കിൽ നമ്മുടെ പൃഷ്ഠഭാഗമാണെങ്കിൽ പ്രസവത്തിന് ബുദ്ധിമുട്ട് വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സിസേറിയൻ ചെയ്യും. അപ്പോൾ നമ്മൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ആർത്തവ സമയത്ത് നമ്മൾ ശരീര ശുചിത്വം പാലിക്കണം. അതിൻ്റെ നാപ്കിനുകൾ അല്ലെ ടാമ്പോണുകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതുപോലെ നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ ജനനേന്ദ്രിയ ഭാഗത്തുള്ള ഹെയറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അത് ഒരുപാട് വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുഴുക്കടി പോലുള്ള രോഗങ്ങൾ, പിന്നീട് ശരീരത്തിൽ തലയിൽ വളരുന്ന പോലെ ശരീരത്തിലുണ്ടാകുന്ന ലൈസ് ഇവയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ അവ വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഹെയർ റിമൂവ് ചെയ്യാനുള്ള കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അത്തരം കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള വ്യത്യാസം, അല്ലെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള വ്യത്യാസം, സ്ത്രീകൾക്ക് മൂത്രത്തിലെ അണുബാധ വളരെ കൂടുതലാണ്. പുരുഷന്മാരിലെ മൂത്രത്തിലെ അണുബാധ താരതമ്യേന കുറവാണെങ്കിലും പെൺകുട്ടികളിലും അമ്മമാരിലും ഗർഭിണികളിലും വല്യമ്മമാരിലും ഒക്കെ മൂത്രമാർഗത്തിലെ അണുബാധകൾ വരും. അതിന് കാരണം സ്ത്രീകൾക്ക് ജനനേന്ദ്രിയ ഭാഗത്ത് 3 ഓറിഫിസുകൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. 3 ഓറിഫിസുകൾ. പുരുഷന്മാർക്ക് 2 ഓറിഫിസേ ഉള്ളൂ. ഒന്ന് യുറീത്രയും 2 ഏനസും. അത് തമ്മിൽ ഏകദേശം 4-5 ഇഞ്ച് അകലമുണ്ടെങ്കിൽ സ്ത്രീകളിലെ 3 ഓറിഫിസ് എന്ന് പറയുന്നത് മുൻവശത്തൊന്ന് യുറീത്ര, മൂത്രം വരുന്ന യുറീത്ര, അതിന് താഴെ ആർത്തവരക്തം വരുന്ന അല്ലെ പ്രസവം നടക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക ബന്ധം നടക്കുന്ന വജൈന എന്ന് പറയുന്ന ഒരു ഭാഗം, അതിന് പുറകിലായിട്ട് ഏനസ് എന്ന് പറയുന്ന മലം വരുന്ന ഒരു ഭാഗവുമുണ്ട്. ഇപ്പം മലാശയത്തില് നമ്മൾ സാധാരണഗതിയിൽ തന്നെ ഒരുപാട് രോഗാണുക്കളുണ്ട്. അതിലേറ്റവും കുപ്രസിദ്ധി നേടിയത് ഈ കോളൈ എന്ന് പറയുന്നതാണ്. ഈ കോളൈ നമ്മൾ വെള്ളം നല്ലതാണോ എന്നറിയാൻ പരിശോധിക്കുന്നത് കോളിഫോം ടെസ്റ്റ് എന്ന് പറയും. ഈ കോളൈ എത്ര എണ്ണം ഉണ്ട്. അപ്പൊ ഈ കോളൈ നമ്മുടെ വൻകുടലിൽ തന്നെ ഉള്ള ഒരു അണുവാണ്. നമ്മുടെ വൻകുടലിൽ ഉള്ളപ്പോൾ അത് നമുക്ക് രോഗം ഉണ്ടാക്കാറില്ല. ഇപ്പൊ വൻകുടലിലുള്ള ഈ കോളൈ മലവിസർജന സമയത്ത് നമ്മുടെ ഏനസിന്റെ ഭാഗത്ത് വന്ന് പറ്റിപ്പിടിച്ചിരിക്കും. എല്ലാ ആളുകളുടെയും ഏനസിന്റെ ചുറ്റും ഈ കോളൈകൾ കാണും. അപ്പൊ നമ്മൾ ജനനേന്ദ്രിയ ഭാഗം വൃത്തിയാക്കുമ്പോൾ നമ്മൾ ഏനസിന്റെ ഭാഗം വൃത്തിയാക്കിയ ശേഷം ആ കൈകൾ കൊണ്ട് മുൻഭാഗത്തുള്ള യുറീത്രൽ ഭാഗമോ വജൈനൽ ഭാഗമോ വൃത്തിയാക്കുകയാണെങ്കിൽ ഈ കോളൈ യുറീത്രയിലേക്കോ അല്ലെങ്കിൽ വജൈനയിലേക്കോ കയറും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സ്ത്രീകള് പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇനി കുട്ടികൾ ജനിക്കുമ്പോൾ, പെൺകുട്ടികൾ ജനിക്കുമ്പോൾ ആദ്യകാലം തൊട്ടേ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്, ജനനേന്ദ്രിയ ഭാഗം വൃത്തിയാക്കുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് തന്നെ വേണം. താഴെ മലദ്വാരം വൃത്തിയാക്കിയതിന് ശേഷം മുൻഭാഗത്തേക്ക് കൈകൾ കൊണ്ടുവരാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെ അനാട്ടമിക്കലായിട്ടുള്ള ഒരു വ്യത്യാസം. അതിനു പുറമെ പെൺകുട്ടികള് സ്ത്രീകള് വെള്ളം വളരെ കുറച്ച് കുടിക്കത്തുള്ളൂ. കാരണങ്ങളിൽ ഒന്ന്, ടോയ്ലറ്റ് ഇല്ല എന്നുള്ളത്. ഇപ്പൊ നമ്മൾ യാത്ര പോവുക അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ ടോയ്ലറ്റിന്റെ ദൗർലഭ്യമുള്ളത് കൊണ്ട് പെൺകുട്ടികളും സ്ത്രീകളും വെള്ളം കുടിക്കില്ല. സാധാരണഗതിയിൽ നമ്മൾ 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ്. അത് യൂറോപ്പിൽ പറയുന്നതാണ്. നമ്മുടെ കാലാവസ്ഥയിൽ അതിലും കൂടുതൽ വെള്ളം കുടിക്കുന്നതല്ല. ഇപ്പൊ കഴിയുന്ന നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ തീർച്ചയായിട്ടും വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ കൗമാരപ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരും. യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ ഗർഭകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗർഭകാലത്തും യൂറിനറി ഇൻഫെക്ഷൻ റിക്കറന്റ് ആയിട്ട് വരും. റിക്കറന്റ് ആയി വന്നു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന്റെ തൂക്കം കുറഞ്ഞു പോകും. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ 3 കിലോ ഉള്ള കുട്ടികളാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ തൂക്കം കുറഞ്ഞു പോകും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് പെൺകുട്ടികളെ ജനനേന്ദ്രിയം വൃത്തിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുകയും കുടിക്കാവുന്നതിന്റെ പരമാവധി വെള്ളം വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലെങ്കിലും കുടിക്കുകയും വേണം. ഇതാണ് 3 ഓറിഫിസുകൾ. മുകളിലുള്ള യുറീത്ര, പിന്നെ വജേന, 3 ഏനസ്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനിടയ്ക്ക് കൊമേഴ്സ്യൽ ബ്രേക്ക് വേണോ? എത്ര മണി വരെയാ?